അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സും ഒരു താരത്തെ സ്വന്തമാക്കുന്നു. അമ്മാവിയ രന്തിലെ അഥവാ ലാൽത്തം മാവിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരത്തെയാണ് ഐസ്വാളിൽ നിന്ന് ടീമിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ഒരു പ്രീ കോൺട്രാക്റ്റ് താരവും ക്ലബ്ബുമായി ഒപ്പുവെച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പം IFTWs പുറത്തുവിടുന്നത്. അപ്പം പ്രീ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അറിയാമല്ലോ. ഈ സീസണിൽ കളിക്കില്ല. അതായത് ഈ സീസണിൽ അദ്ദേഹം ഇപ്പോൾ ഐസ്വാളിലാണുള്ളത്. ഐസ്വാളിൽ തന്നെ ഐ ലീഗിൽ അദ്ദേഹം തുടരും. അടുത്ത സമ്മറിൽ, അതായത് നെക്സ്റ്റ് ISL സീസൺ മുതലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു താരം ഉണ്ടാകുക എന്നുള്ളതാണ്. ഐസ്വാളിൻ്റെ ടോപ്പ് സ്കോറായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ ഉണ്ടല്ലോ, അതായത് ഐ ലീഗിൽ തന്നെ ടോപ്പ് സ്കോറായിട്ട് നിന്ന് 9 ഗോളുകൾ ഈ സീസണിൽ സോഫാറൊക്കെ അടിച്ച് നിൽക്കുന്നൊരു താരമുണ്ടല്ലോ. അപ്പോൾ ആ താരമാണോ എന്നുള്ള ചില കൺഫ്യൂഷൻസ് ഒക്കെ അതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് സമയമായിട്ടുള്ളല്ലോ ഈ വാർത്ത വന്നിട്ട്. അപ്പം ആ ഒരു താരമല്ല, ആ ഒരു താരത്തിൻ്റെ പേര് ലാൽറൻസാല ലാൽബിയ ക്യാന എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു പേരാണ്. ഇത് അമ്മാവിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറാണ്. ആ ഒരു താരം ഒരു സെൻട്രൽ ഫോർവേഡായിട്ടാണ് കളിച്ചെങ്കിൽ അമ്മാവിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരം കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് വിങ് റോളിലാണ് കളിച്ചിട്ടുള്ളത്. ഈ സീസണിൽ അദ്ദേഹം 11 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതായത് ഐ ലീഗിൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 11 മത്സരങ്ങളിൽ നിന്ന് 2 ഗോള് 3 അസിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതൊരു നല്ല സ്റ്റാറ്റ് തന്നെയാണ് ഒരു 21 വയസ്സുകാരനായിട്ടുള്ള താരത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നോക്കിയാലും 20 മത്സരങ്ങളിൽ നിന്ന് 3 ഗോൾ 5 അസിസ്റ്റുകൾ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഒരു വിങ്ങറേക്കാൾ ഉപരി കുറച്ചും കൂടി ഒരു നമ്പർ 8, നമ്പർ 10 റോളിലൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടായിരുന്നു. അത് ആ സമയത്തൊക്കെ ഒന്ന് വൈറലായിരുന്നു. അതായത് നാംദാരിക്കെതിരെ നേടിയിട്ടുള്ളൊരു എനിക്കൊന്നൊരു 35 യാർഡ് അകലെ നിന്നുള്ള മറ്റൊരു ഗോളാണ്. അതൊരു വളരെ കിടിലനായിട്ടുള്ളൊരു ഗോൾ തന്നെയായിരുന്നു. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അദ്ദേഹം അടിച്ച് അതൊരു ഗോളാക്കി മാറ്റിയത്. അപ്പം ഒരു നല്ല ഒരു സെറ്റ് പീസ് കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫ്രീ കിക്ക് കാര്യങ്ങളിലൊക്കെ ഒരു മികവുള്ള താരമാണ് എന്നുള്ളത് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇവാൻ്റെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി പറഞ്ഞ ഒരു വിങ്ങർ റോളിലൊക്കെ കളിക്കാൻ തന്നെ ആയിരിക്കണം ഒരു സാധ്യത കാണുന്നത്. ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് വിങ്ങർ. അപ്പോൾ ആ ഒരു ലെവലിൽ അദ്ദേഹത്തിന് ഒരു ലെഫ്റ്റ് വിങ് ആ ഒരു പൊസിഷൻസിലൊക്കെ ആയിരിക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക വരുന്നൊരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രീ കോൺട്രാക്റ്റ് ആണ്, ഏതായാലും മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിലായിരിക്കും KBFCയുമായിട്ട് താരം സൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഏതായാലും ഇനിയിപ്പം നമുക്കറിയാമല്ലോ KBFCയിൽ കുറച്ച് വിങ്ങേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത സീസണിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് വിങ്ങേഴ്സിനെയൊക്കെ ചിലപ്പം ഓഫ് ലോഡ് ചെയ്യാനൊരു സാധ്യതയും വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പറയാവുന്നൊരു കാര്യം തന്നെയാണ്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹാപ്പി ന്യൂസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൈനിങ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ 2 സീസണുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൊരു താരമാണ്. വളരെ യങ്ങായിട്ടുള്ള, അതായത് 21 വയസ്സ് മാത്രം പ്രായമുള്ളൊരു താരമാണ്. അപ്പോൾ ഈ ഒരു ISLലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ KBFCയിലേക്ക് അദ്ദേഹം വരുമ്പോഴും ഒരു നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസസ് വരും എന്നുള്ളത് തന്നെയൊക്കെയാണ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ്റ്റ് വരെ കാണിക്കും. ഞാനെന്ന് വെച്ചാൽ